ഷഫി തുടങ്ങിയ ഒരുപാട് നേതാക്കന്മാരുടെ കാര്യം ഇവിടെ പറഞ്ഞു. എല്ലാവരും സ്വാഗതം പറയുകയും കൂടി ചെയ്തുകൊണ്ട് സമയക്കുറവ് കൊണ്ട് ഞാൻ പേരുകൾ ആവർത്തിക്കുന്നില്ല. നമ്മളെല്ലാം പ്രിയങ്കരനായ MK രാഘവേട്ടൻ നയിക്കുന്ന ജനഹൃദയ യാത്ര അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുകയാണ്. ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഇപ്പം ഞാൻ വരുന്നത് കുണ്ട്രയിൽ നിന്നാണ്. നിയോജക മണ്ഡലത്തിലെ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും കേരളത്തിലെ MLA-മാരിൽ ഏറ്റവും ജനകീയനായ MLA ആണ് ശ്രീ നജീബ് കാന്തപുരം. അദ്ദേഹം പെരിന്തൽമണ്ണയിൽ നിന്ന് ബാംഗ്ലൂരിൽ ഒരു പരിപാടിയിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് അവിടെ നിന്നാണ് യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയും ഈ ജനവിരുദ്ധ സർക്കാരിൻ്റെ അഴിമതികളെല്ലാം ജാഗ്രതയോടുകൂടി വീക്ഷിച്ച് തുറന്നു കാട്ടുന്ന കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാക്കന്മാരിൽ ഒരാളായ ശ്രീ PK ഫിറോസ് ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കുണ്ട്രയിൽ നിന്ന് എന്നെയും പെരിന്തൽമണ്ണയിൽ നിന്ന് നജീബിനെയും അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു പരിപാടിക്ക് പോയി വേഗം തന്നെ മടങ്ങി ഇവിടെ എത്തിയ ഫിറോസിനെയും ഒക്കെ ഇവിടെ എത്തിപ്പിച്ച ഒരു പൊതുവികാരം എന്ന് പറയുന്നത് MK രാഘവേട്ടനോടുള്ള സ്നേഹമാണ്. അപ്പോൾ രാഘവേട്ടൻ നമ്മളെ വിളിച്ചിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഇവിടേക്ക് വരാൻ നമ്മൾ നിർബന്ധിതരാകും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ്. അതിപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്കും രാഘവേട്ടൻ അങ്ങനെ തന്നെയാണ്. അത്തരമൊരു വികാരമാണ് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും ഉള്ളത്. ഈ യാത്രയുടെ പേര് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ജനഹൃദയ യാത്രയാണ്. കാരണം ജനങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴുമുള്ള ഒരാൾ നടത്തുന്ന യാത്രയ്ക്ക് ഇങ്ങനെ അല്ലാതെ മറ്റെന്ത് പേരാണ് ഇടാൻ പറ്റുക? അതുകൊണ്ട് തന്നെ ഈ യാത്രയ്ക്ക് പറ്റിയ ഏറ്റവും ഉചിതമായ പേരാണ് ജനഹൃദയ യാത്ര എന്നുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞു, ഒരു രാഷ്ട്രീയ നേതാവിന്, ഒരു ജനപ്രതിനിധിക്ക് ഇത്രമേൽ ജനകീയനാകാൻ കഴിയും എന്ന അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ശ്രീ MK രാഘവൻ. അദ്ദേഹം ചെയ്താൽ പയ്യന്നൂരിൽ നിന്നാണ് വന്നത്, പക്ഷെ ഇപ്പോൾ കോഴിക്കോട് ആരും വിട്ടുകൊടുക്കില്ല വേറെ ആർക്കും. അതുപോലെ കോഴിക്കോടിൻ്റെ സ്വന്തമായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. വികസന പ്രവർത്തനങ്ങളുടെ കാര്യം എടുക്കൂ, നേരത്തെ പറഞ്ഞല്ലോ, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനെ മാറ്റിയത്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന വികസന പദ്ധതികൾ, നിഹാൻസിൻ്റെ ആശുപത്രി ഇവിടെ സ്ഥാപിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങൾ തുടങ്ങി അങ്ങോട്ട് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോളോ അപ്പ് നമ്മളെല്ലാം മാതൃകയാക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു വിഷയം ഏറ്റെടുത്താൽ അത് ബന്ധപ്പെട്ട വകുപ്പുകളുമായി നിരന്തര സമ്പർക്കം നടത്തി അത് തൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം വിശ്രമിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. അപ്പോഴത്തേക്ക് അടുത്തതുമായി അദ്ദേഹം ഇറങ്ങിയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ജനപ്രതിനിധിയാണ് ശ്രീ MK രാഘവൻ. തീർച്ചയായും അദ്ദേഹം അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യം ജയിക്കുന്ന, ഐക്യജനാധിപത്യ മുന്നണി ഞാൻ പറയത്തില്ല, 20 പേരും ജയിക്കുന്ന ഒരു ഇലക്ഷനാണ് എന്നുള്ളത് കൊണ്ട് ആ 20 പേരിൽ അദ്ദേഹം ആദ്യം ജയിക്കുന്ന UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രാധാന്യത്തെക്കുറിച്ച് AICC അധ്യക്ഷൻ ശ്രീ മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടൊരു നിരീക്ഷണം നടത്തുകയുണ്ടായി. 2024 ദൗർഭാഗ്യവശാൽ ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വരുന്ന സാഹചര്യം എങ്ങനെയെങ്കിലും ഉണ്ടായാൽ ഇന്ത്യയിൽ നടക്കുന്ന അവസാനത്തെ പൊതു തെരഞ്ഞെടുപ്പായിരിക്കാം 2024 തെരഞ്ഞെടുപ്പ്. അതിനുശേഷം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. ഇന്ത്യയുടെ ഭരണഘടന മാറ്റി എഴുതപ്പെടും. ദേശീയ പതാകയുടെ നിറം മാറും. ഹിന്ദുരാഷ്ട്രത്തിന്റെ സംസ്ഥാപനം നടക്കും. ഇതെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ന് പട്നയിൽ നിങ്ങൾ TV കണ്ടു കാണും, ഇന്ത്യ മുന്നണിയുടെ റാലിയിൽ 12 ലക്ഷം ആളുകളാണ് പങ്കെടുത്തത്. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ കൺവീനറാക്കാമെന്ന് പറഞ്ഞ ഒരാൾ ഇന്ത്യ മുന്നണി വിട്ടപ്പുറത്ത് പോയത്. ഞാൻ പറഞ്ഞല്ല, പ്രശാന്ത് കിഷോർ എന്ന് പറഞ്ഞ രാഷ്ട്രീയ
തന്ത്രജ്ഞൻ, തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ, അദ്ദേഹം പറഞ്ഞത് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാബദ്ധമാണ് ചെയ്തത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് കഴിഞ്ഞു, 20 MLA-മാർ നിതീഷ് കുമാറിന് കിട്ടിയാൽ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോലിയിൽ നിന്നും അന്ന് വിരമിക്കുമെന്നാണ്. ഇന്ന് പ്രശാന്ത് കിഷോറിന്റെ ഒരു നിരീക്ഷണമാണെങ്കിൽ ഇന്ന് പട്ന റാലി കണ്ട ഒരാൾക്കും അതിലൊരു സംശയം ഉണ്ടായില്ല. 12 ലക്ഷം ജനങ്ങളാണ് പട്നയിൽ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയിൽ പങ്കെടുക്കാൻ ഇന്ന് അവിടെ എത്തിയത്. രാഹുൽ ഗാന്ധിയുടെ ന്യായ യാത്രയിൽ ഒരുപാട് സംശയങ്ങൾ ആളുകൾ പറഞ്ഞു. ഇന്ന് മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി കമൽനാഥ് അടക്കമുള്ള നേതാക്കന്മാർ ആ യാത്രയിൽ നിന്ന് പങ്കാളിയായി മുന്നോട്ട് പോവുകയാണ്. ഒരു അഭ്യൂഹത്തിനും യാതൊരു സ്ഥാനവുമില്ല. എല്ലാവർക്കും തികഞ്ഞ ബോധ്യമുണ്ട്, ഈ രാജ്യത്തെക്കുറിച്ച് ഉത്തരവാദിത്വമുണ്ട്. കേവലം ആരെങ്കിലും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട്, ആരെങ്കിലും പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ട്, ആരെങ്കിലും കേന്ദ്രമന്ത്രിമാരാകാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല. ഈ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനയും ഇന്ത്യയിൽ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. ഇല്ലെങ്കിൽ ഇത് അവസാനിക്കുകയാണ്. ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പോരാട്ടമാണ്. അത് നമ്മൾ വിജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചില ആളുകൾ പറയും ഈ 2003 തന്നെ 2023 3 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടില്ലേ? ശരിയാണ്, പരാജയപ്പെട്ടു. ജയിക്കേണ്ട തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. ഛത്തീസ്ഗഡും രാജസ്ഥാനും മധ്യപ്രദേശും ജയിക്കുമെന്ന് ഉറപ്പിച്ചതാണ്. അപ്പൊ അതിന്റെ ശതമാനക്കണക്കുകളോ ശതമാനം കൂടുതലാണെന്നുള്ളോ ഒന്നും ഞാൻ EMS ഫണ്ട് പറഞ്ഞോളൊന്നും പറയാനൊന്നും പോകുന്നില്ല. നമ്മൾ ആ 3 തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ട തെരഞ്ഞെടുപ്പുകളായിരുന്നു. ആ 3 തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരാജയപ്പെട്ടു 2023. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 2023 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 3 നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുമുണ്ട്. 3 തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു. 3 തെരഞ്ഞെടുപ്പ് ജയിച്ചില്ലേ? BJP-യുടെ ദേശീയ അധ്യക്ഷന്റെ ഹിമാചൽ പ്രദേശിൽ BJP അധികാരത്തിന് താഴെ ഇറക്കി. കഴിഞ്ഞ ആഴ്ചയെ മട്ടിമറിക്കാൻ നോക്കി. കോൺഗ്രസിന്റെ MLA-മാരെ തട്ടിക്കൊണ്ടുപോയത് CRPF-കാരാണ്. നോക്ക് എങ്ങനെയൊക്കെയാണ് അധികാരം പ്രവർത്തിക്കുന്നത്. ഗവർണറെ കൂടി ഉപയോഗിച്ചുകൊണ്ട് താഴെ ഇറക്കാൻ ശ്രമം നടത്തി. അത് പരാജയപ്പെട്ടു. കോൺഗ്രസിന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഒരു സംശയമില്ല, ഗവൺമെന്റ് മുന്നോട്ട് തന്നെ പോകും. പോയവർ തിരിച്ചു വരാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തിരിച്ചു വരാൻ കഴിയില്ല. 6 പേരെ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്തു. തിരിച്ചു വരണ്ടെന്ന് പറഞ്ഞു. നോക്കട്ടെ, വഴി ആലോചിക്കാം. ഇനി സ്പീക്കർ എടുക്കേണ്ട തീരുമാനമാണ്. ഇപ്പോൾ ഒരു തീരുമാനം സ്പീക്കർ എടുത്തപ്പോൾ ഇനി സ്പീക്കർ അത് പുനരാലോചിക്കുകയോ നടപടികൾ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യട്ടെ. നമ്മളതിൽ രാഷ്ട്രീയം കലർത്തുന്നില്ല. സ്പീക്കർ നിയമപരമായി എടുത്ത തീരുമാനമാണ്. 2023 തന്നെയാണ് കർണാടകയിലെ BJP സർക്കാരിനെ താഴെ ഇറക്കി അവിടെ കോൺഗ്രസ് സിദ്ധരാമയ്യയും ശിവകുമാറും അധികാരത്തിൽ വന്നത്. ഈ 2 സംസ്ഥാനങ്ങളിലും എനിക്ക് തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്നതാണ്. കർണാടകത്തിലും തെലങ്കാനയിലും. തെലങ്കാനയിൽ നമുക്ക് 5 MLA-മാരെ ഉണ്ടായിരുന്നുള്ളൂ. വെറും 5 MLA-മാർ. ഭരിക്കുന്നവർക്ക് 103 MLA-മാരുണ്ടായിരുന്നു. 5 MLA-മാരെ വെച്ച് നമ്മൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞാൽ നമ്മളെ ആളുകൾ പരിഹസിക്കുമായിരുന്നു. ഒരു ചാനലിൽ 4 പേര് വട്ടത്തിലിരുന്ന് അഭിപ്രായം പറയുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ചാനലിന് പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ തെലങ്കാനയിലെ രാത്രി എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പരിപാടികളെല്ലാം കഴിഞ്ഞ് ഹോട്ടൽ മുറിയിൽ വന്ന് തളർന്ന് കിടക്കുന്നതിന് മുമ്പിൽ കേരളത്തിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മലയാളം ചാനൽ വെക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ മലയാളത്തിൻ്റെ ഒരു ചാനൽ വെച്ചപ്പോൾ ആ ചാനലിൻ്റെ 3-4 റിപ്പോർട്ടർമാരെല്ലാം കൂടെ വട്ടത്തിലിരുന്ന് വർത്തമാനം പറയുകയാണ്. അവർ പറയുകയാണ് തെലങ്കാനയിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയേക്കാം, പക്ഷെ അധികാരത്തിലൊക്കെ വരുന്നത് എങ്ങനെയാണ്? വെറും 5 MLA-മാരല്ലേ ഉള്ളൂ. 61 പേര് വേണ്ടേ? 5-ൽ നിന്നും 61-ലേക്ക് എങ്ങനെ എത്തും? എന്ന് മാത്രമല്ല, TRS-ന്റെ MLA-മാർ ജയിച്ചിരിക്കുന്നത് 75,000 80,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ 80,000 വോട്ടിനൊക്കെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളുകളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് മെച്ചപ്പെട്ട ഒരു പ്രതിപക്ഷമാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്നാണ് ഈ 4 വിദ്വാൻമാർ വട്ടത്തിലിരുന്ന് പറഞ്ഞത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ രേവന്ത് റെഡ്ഡി തെലങ്കാനയിലെ മുഖ്യമന്ത്രിയായി. 2004-ൽ ഇന്ത്യ ഷൈനിങ് പ്രമോദ് മഹാജന്റെ നേതൃത്വത്തിൽ വാജ്പേയിക്ക് വേണ്ടി നടത്തിയ കാമ്പയിൻ നമ്മൾ കണ്ടതാണ്. അന്നും മധ്യപ്രദേശിൽ തോറ്റതാണ്, അന്നും രാജസ്ഥാനിൽ തോറ്റതാണ്, അന്നും ഛത്തീസ്ഗഡിൽ തോറ്റതാണ്. പക്ഷേ 2004-ൽ കോൺഗ്രസും IUML-ഉം മറ്റു പാർട്ടികളെല്ലാം അടങ്ങുന്ന UPA അധികാരത്തിൽ വന്നു. ഒരു സംശയവും വേണ്ട, 2024-ൽ 3ാം UPA ഇന്ത്യയിൽ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എനിക്കിപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാകുന്നത് BJPക്ക് ഈസി വാക്ക് ഓവർ ആണെങ്കിൽ അശോക് ചവാനെ അപ്പുറത്ത് കൊണ്ടുപോകാൻ നോക്കുമോ?
നിതീഷ് കുമാറിനെ അപ്പുറത്ത് കൊണ്ടുപോകാൻ നോക്കുമോ? ഗവൺമെന്റുകളെ അട്ടിമറിക്കാൻ നോക്കുമോ? എന്തിനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും BJPയുടെ നേതാക്കന്മാരും വാലിൽ തീ പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്? എന്തുകൊണ്ടാണ്? അവർക്കറിയാം ഈ രാജ്യത്തെ അടിയൊഴുക്കുകളെ കുറിച്ച് നല്ല ധാരണയുണ്ട്. BJP പരാജയപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ മുൻപിലാണ് അവർ നിൽക്കുന്നത് എന്ന് ധാരണയുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ഉത്തർപ്രദേശിലെ സീറ്റ് ധാരണകൾ പൂർത്തിയായി SP-യുമായി. ഡൽഹിയിലും ഗുജറാത്തിലും ഹരിയാനയിലും ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സഖ്യധാരണകൾ തീർന്നു. രാഷ്ട്രീയ ജനതാദളും മറ്റ് പാർട്ടികളുമായിട്ടുള്ള ധാരണകൾ ബീഹാറിൽ കഴിഞ്ഞു. മഹാവികാസ് അഘാടി മഹാരാഷ്ട്രയിൽ സീറ്റ് നിർണയ ചർച്ചകൾ പൂർത്തിയായി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. കഴിഞ്ഞ തവണ ഈ 33-34% ഉണ്ടായിരുന്ന ആളുകൾ അധികാരത്തിൽ വന്നത് 66% ആളുകൾ വിഘടിച്ചു നിന്നതുകൊണ്ടാണ് എന്ന കൃത്യമായ ധാരണയുണ്ടായതുകൊണ്ടാണ് മതേതര രാഷ്ട്രീയത്തെ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇവിടെ CPM-നൊന്നും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ കർണാടകത്തിൽ പോയിട്ട് വന്നാണെന്ന് പറഞ്ഞു. കേരളത്തില് ആദ്യമായിട്ട് NDAക്ക് ഒരു മന്ത്രിയുണ്ട് കേരള ഗവൺമെന്റിൽ. ആരാ മന്ത്രി? കൃഷ്ണൻകുട്ടിയല്ലേ? കൃഷ്ണൻകുട്ടി NDAയുടെ മന്ത്രിയല്ലേ? ദേവഗൌഡയുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു 2 മാസം മുമ്പ്. നിങ്ങൾ കണ്ടല്ലേ? ദേവഗൌഡ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ പാർട്ടിയെ ജനതാദൾ സെക്യുലറിനെ NDA മുന്നണിയിൽ എടുക്കാൻ വേണ്ട പിന്തുണ നൽകിയ കേരള ചീഫ് മിനിസ്റ്ററിന് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറഞ്ഞു. ദേവഗൌഡ പറഞ്ഞു. എല്ലാവരും ഞെട്ടിപ്പോയി. ഉടനെ ഗോവിന്ദനും EP ജയരാജനും എല്ലാം കൂടി അയാളെ അസഭ്യം പറയാൻ തുടങ്ങി. ഇയാൾക്ക് പ്രായം കൂടിയതുകൊണ്ടാണ്, പിച്ചും പേയും പറയുകയാണ്, അസംബന്ധം പറയുകയാണ് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കുമാരസ്വാമി പത്രസമ്മേളനം വിളിച്ചു. ഞാൻ വിചാരിച്ചു ഇയാളുടെ അപ്പനെ തള്ളി പറയാൻ വേണ്ടിയിട്ട് പത്രസമ്മേളനം വിളിക്കുകയാണ്. ദേവഗൌഡയുടെ പ്രസ്താവനയും കുമാരസ്വാമി തള്ളിപ്പറയും എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. കുമാരസ്വാമി പറഞ്ഞത് എന്താണ്? കുമാരസ്വാമി പറഞ്ഞത്, ഞങ്ങളുടെ പാർട്ടി NDA മുന്നണിയിലായിട്ടും ഞങ്ങളുടെ നേതാവിനെ ക്യാബിനറ്റിൽ തുടരാൻ അനുവദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ രണ്ടും നിങ്ങൾ കേട്ടതല്ലേ? ദേവഗൌഡ പറഞ്ഞതിനേക്കാൾ അപ്പുറത്താണ് കുമാരസ്വാമി പറഞ്ഞത്. കേരളത്തിൽ ഇതുവരെ NDAക്ക് ഒരു മന്ത്രി ഉണ്ടായിരുന്നില്ല. പിണറായി വിജയന്റെ ക്യാബിനറ്റിൽ മന്ത്രിയുണ്ട്. BJP ഇതര മുഖ്യമന്ത്രിമാരെയും നേതാക്കന്മാരെയും വേട്ടയാടുകയാണ് നരേന്ദ്രമോദി ഭരണകൂടം. അരവിന്ദ് കേജ്രിവാളിന്റെ ഉപമുഖ്യമന്ത്രി ജയിലിലായിട്ട് എത്ര വർഷമായി? സിസോദിയ 1.5 കൊല്ലമായില്ലേ? MK സ്റ്റാലിന്റെ മന്ത്രി ജയിലിലായിട്ട് 7 മാസമായി. ഉദ്ധവ് താക്കറെയുടെ പാർട്ടി ED ഉപയോഗിച്ചുകൊണ്ട് പിളർത്തി അധികാരപ്രശ്നനാക്കി നരേന്ദ്രമോദി. NCPയെ പിളർത്തി ED ഉപയോഗിച്ചുകൊണ്ട് ശരത് പവാറിന്റെ പാർട്ടിയെ പിളർത്തി. DK ശിവകുമാറിനെ 103 ദിവസം ജയിലിലിട്ടു. P ചിദംബരത്തെ 100 ദിവസം ജയിലിലിട്ടു. പിണറായി വിജയന്റെ SNC ലാവലിൻ കേസ് വരുമ്പോ 38ാമത്തെ തവണയാണ് കേസ് മാറ്റിവെച്ചു കൊടുക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നല്ലോ ശിവശങ്കരൻ. എത്ര മാസം ജയിലിൽ കിടന്നേ? ആ കേസുകളെല്ലാം മുഖ്യമന്ത്രി പ്രതിയാകേണ്ടതല്ലേ? ലൈഫ് തന്നെ എടുക്കുക. ലൈഫിന്റെ ചെയർമാൻ ആരാ? മുഖ്യമന്ത്രിയല്ലേ? ലൈഫ് ഭവന പദ്ധതിയിലെ കൈക്കൂലി കേസിൽ അതിന്റെ ഉദ്യോഗസ്ഥനായിരുന്ന ശിവശങ്കരൻ അകത്തു പോകുമ്പോ അതിന്റെ ചെയർമാൻ ആയിരിക്കുന്നയാൾക്കെതിരെ കേസുണ്ടാകണില്ല. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോ പിണറായി വിജയൻ ഡൽഹി പോയി. നിങ്ങൾ കണ്ടില്ലേ? നരേന്ദ്രമോദിയെ കണ്ടു. കസവ് ഷാള് പുതപ്പിച്ചു, ആമാട പെട്ടി കൊടുത്തു, ആറന്മുള കണ്ണാടി കൊടുത്തു. മുറിയിലുണ്ടായിരുന്ന നിതിൻ ഗഡ്കരി അടക്കമുള്ള മറ്റു മന്ത്രിമാരോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. പിണറായി വിജയന്റെ കൂടെ വന്ന ബ്രിട്ടാസിനെ അടുത്ത് നിർത്തി. കാരണം ഇത് പറയണമെങ്കിൽ ഈ ബ്രിട്ടാസ് കൊണ്ടില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ബ്രിട്ടാസിനെ മാത്രം അടുത്ത് നിർത്തി. അരമണിക്കൂർ ഇവർ 3 പേര് മാത്രമായി ചർച്ച നടത്തി. പിറ്റേ ദിവസം ആയപ്പോഴേക്കും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ അന്വേഷണം സ്വിച്ചിട്ട് പോലെ നിന്നു. ഈ പിണറായി വിജയൻ നരേന്ദ്രമോദിയും RSSുമായും സംഘപരിവാറുമായും ധാരണയിലാണ്. അതുകൊണ്ട് ഇവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട. ഈ ഗവൺമെന്റ്
നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോൾ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ ഒരു പാവപ്പെട്ട സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയെ 3 ദിവസം SFIക്കാർ ക്രൂരമായി തല്ലി ചതച്ച് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെച്ചുകൊണ്ട് അച്ഛൻ ചോദിക്കുന്നത്, എന്റെ കുഞ്ഞിനെ കൊല്ലുന്നതിനും ഒരു തുള്ളി വെള്ളം കൊടുത്തുവിടായിരുന്നു. ക്രൂരമായി കൊല ചെയ്തു. ഇന്നലെ ആ പ്രതികളെ അറസ്റ്റ് ചെയ്തവരെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ ഹാജരായത് ആരാ? നമ്മളെ ചെരുപ്പിടാതെ പാല് കറന്ന് സൊസൈറ്റിയിൽ സ്വന്തമായിട്ട് കൊണ്ട് കൊടുക്കുന്ന ഒരു നന്മ മലരൻ, അല്ലയോ? അങ്ങനെ കണ്ടല്ലേ പറയുന്നത്, നന്മ മരം. ഞാൻ തെറ്റി പറഞ്ഞാണ്, ക്ഷമിക്കണം. നന്മ മരം ശശീന്ദ്രൻ മജിസ്ട്രേറ്റ് ആളെ ഇറക്കി വിട്ടു. നോക്കൂ, ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം ചെയ്ത പ്രതികളെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോ ഒരു CPM നേതാവ്, പഴയ MLA, ആ പ്രതികൾക്ക് വേണ്ടി വക്കാലത്തുമായി മജിസ്ട്രേറ്റിന് മുമ്പിൽ ചെല്ലുമ്പോൾ മജിസ്ട്രേറ്റ് ഇറക്കിയിടാണ് ആ മുറിയിൽ നിന്ന്. അവിടുത്തെ ഡീന്, അധ്യാപകര് എല്ലാവരും SFIയുടെ ഈ ക്രൂരതക്ക് കൂട്ടുനിൽക്കുകയാണ്. ഇത് 57-ലെ EMSന്റെ ഗവൺമെന്റിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ പാർട്ടിയുടെ സെൽഭരണം നടക്കുകയാണ്. പോലീസിനൊന്നും ഒരു വിലയുമില്ല. പാർട്ടിയുടെ സെൽഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. ഞാൻ ഇപ്പൊ കൊല്ലത്തുനിന്നാ വന്നു. ഇന്നിപ്പോ കൊല്ലത്ത് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം നടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോ ഹൈവേയിലെല്ലാം വലിയ ബോർഡ് വെച്ചിരിക്കുകയാണ്, മുഖ്യമന്ത്രി പെൻഷൻകാരുമായി മുഖാമുഖം നടത്തുന്നു. മുഖ്യമന്ത്രി, നിങ്ങൾ പെൻഷൻകാരുമായിട്ട് മുഖാമുഖം നടത്തേണ്ട, അവർക്ക് ആ പെൻഷൻ കൊടുത്താൽ മതി. പെൻഷൻ കൊടുക്കും, എന്തിനാണ് മുഖാമുഖം? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 1-ാം തീയതി ശമ്പളം മുടങ്ങി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്, ഇല്ലേ? ഇന്നലെ മുടങ്ങി, ഇന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇന്നും കൊടുത്തിട്ടില്ല. ബാങ്കിലെ വന്ന് കൊടുത്താൽ മതി, അക്കൗണ്ടിലേക്കാണ് വരുന്നത് ജീവനക്കാരുടെ. ഏറോ അവധി ഒന്നും ബാധകമല്ല, അക്കൗണ്ടിലേക്ക് വരികയില്ലേ പൈസ? വന്നിട്ടില്ല. 7 മാസമാവുകയാണ് സാമൂഹ്യ പെൻഷൻ കുടിശ്ശികയായിട്ട്. നജീബ് കാന്തപുരം ഇവിടെ ഉണ്ട്. നമ്മൾ സാമൂഹ്യ പെൻഷന്റെ കാര്യം എപ്പോൾ പറഞ്ഞാലും ഇവര് പറയും, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം സാമൂഹ്യ പെൻഷൻ കുടിശ്ശികയായിരുന്നല്ലോ, ഞങ്ങൾ അത്രയൊന്നും വരുത്തിയിട്ടില്ലല്ലോ എന്ന് പറയും. ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നിരവധി രേഖകൾ സഭയുടെ മുൻപിൽ വെച്ചുകൊണ്ട് ധനകാര്യമന്ത്രിയെ വെല്ലുവിളിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേവലം 3 മാസമാണ് പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നത്. അത് പോസ്റ്റ് ഓഫീസ് വഴി കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ ബാങ്ക് വഴി ആക്കുമ്പോൾ ഉണ്ടാകുന്ന ഡേറ്റ എൻട്രിയുടെ കാലതാമസം. ഇത് നിയമസഭയിൽ മറുപടിയായിട്ട് പറഞ്ഞത് തോമസ് ഐസക്കാണ്, അന്നത്തെ ധനകാര്യമന്ത്രി. ആ തോമസ് ഐസക്കിന്റെ 3 മാസം മാത്രമാണ് കുടിശ്ശിക എന്ന നിയമസഭാ ചോദ്യത്തിന്റെ മറുപടി ഞാൻ നിയമസഭയിൽ വെച്ചു. 2016 ഇവർ അധികാരത്തിൽ വരുമ്പോൾ പുറത്തിറക്കിയ വൈറ്റ് പേപ്പർ, അതിൽ പെൻഷൻ കുടിശ്ശികയെ കുറിച്ചൊരു ഭാഗം പറയുന്നുണ്ട്. വൈറ്റ് പേപ്പർ ഏറ്റവും ആധികാരിക രേഖയാണല്ലോ. അതിൽ പറയുന്നത് 3 മാസത്തെ കുടിശ്ശിക കൊടുക്കാനുണ്ട്. 16-ലെ ആദ്യ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്യന്തികമായി റവന്യൂവിന്റെ എക്സ്പെൻഡിച്ചറിന്റെയും കണക്കാണ് ബജറ്റ്. അതിൽ പറയുന്നു 3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഇത്രയും രേഖ വെച്ചു, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കുടിശ്ശിക വെറും 3 മാസമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ഇനി 18 മാസമാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖ ധനകാര്യമന്ത്രിയുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മേശപ്പുറത്ത് വയ്ക്കൂ, മറുപടി പറയുമ്പോൾ അത് പറയൂ. ധനകാര്യമന്ത്രി മറുപടി പറഞ്ഞില്ല. പകരം പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ കാലം വിട്ടിട്ട് പറഞ്ഞു ആന്റണിയുടെ കാലത്ത് 2.5 കൊല്ലം കുടിശ്ശികയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മൻചാണ്ടിയെ നേരെ വിട്ടു, നേരെ ആന്റണിയെ പിടിച്ചു. അപ്പൊ ഞാൻ ആന്റണിയുടെ കാലത്ത് രേഖ എടുത്തു. ആന്റണിയുടെ കാലത്ത് അന്ന് 2001, 2006 ആന്റണിയുടെ കാലം. അതിൽ 5 മുതൽ 6 വരെ ഉമ്മൻചാണ്ടിയാണ്. ഞാൻ 6 മുതൽ 11 വരെ MLA ആയിരുന്നു. ആ കാലത്ത് എന്റെയും VD സതീശന്റെയും TN പ്രതാപിന്റെയും ചോദ്യത്തിന് അന്നത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഞങ്ങൾ ചോദിച്ച ചോദ്യം,
മുൻ സർക്കാരിൻ്റെ കാലത്ത് എത്ര മാസം പെൻഷൻ കുടിശ്ശികയായിരുന്നു എന്നാണ്. അപ്പോൾ പി കെ ശ്രീമതി ഞങ്ങൾക്ക് നൽകിയ മറുപടി, ആന്റണിയുടെ കാലത്ത് ഒരു മാസവും പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ബാലഗോപാലിനെതിരെ അവകാശ ലംഘനത്തിന് സ്പീക്കർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്, നിയമസഭയിൽ കള്ളം പറഞ്ഞതിന്. അവര് ഇപ്പോൾ 7 മാസം കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ മുതൽ പെട്രോളിനും ഡീസലിനും 2 രൂപ വെച്ച് നമ്മുടെ കയ്യിൽ നിന്ന് അധികം വാങ്ങുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞത്? പെൻഷൻ കൊടുക്കാനാണെന്നാ പറഞ്ഞത്. 778 കോടി രൂപ കഴിഞ്ഞ വർഷം മാത്രം പിരിച്ചു. എന്നിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നില്ല. ഇവിടെ കോഴിക്കോടല്ലേ, എനിക്ക് തോന്നുന്നു മുതുകാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാൾ ആത്മഹത്യ ചെയ്തു. അയാൾ ആത്മഹത്യ ചെയ്യുന്നതിന് അല്ലേ, ചക്കിട്ടപ്പാറ പാപ്പച്ചൻ ജോസഫ് എന്നാണ് അയാളുടെ പേര്. അയാളുടെ ഭാര്യ മരിച്ചുപോയി, ഹൃദ്രോഗിയായിരുന്നു. ഇയാൾ സ്ട്രോക്ക് വന്നിട്ട് ശരീരം മുഴുവൻ തളർന്നയാളാണ്. 47 വയസ്സുള്ള ഭിന്നശേഷിക്കാരിയായ ഒരു മകളുണ്ട്. അയാൾ കത്ത് കൊടുത്തു പഞ്ചായത്തിൽ, 5 മാസം കുടിശ്ശികയായി, എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, മരുന്ന് വാങ്ങാൻ പറ്റുന്നില്ല. ഓട്ടോറിക്ഷയിലെ മുതുകാട് കവലയിലെത്തണമെങ്കിൽ 80 രൂപ വേണം, അങ്ങോട്ട് 80 രൂപ വേണം, ഇങ്ങോട്ട് 160 രൂപ വേണം. മരുന്ന് വാങ്ങാൻ പോകണമെങ്കിൽ പോലും ഇതില്ലാതെ ജീവിക്കാൻ കഴിയില്ല, ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഒടുവിൽ അയാൾ ആത്മഹത്യ ചെയ്തു. മരിച്ചു കിടക്കുമ്പോൾ ഡെഡ് ബോഡിയുടെ സമീപം ഒരു മരുന്നിൻ്റെ ബോക്സിൻ്റെ പുറത്ത് അയാൾ എഴുതിയിരുന്നു, എൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി സർക്കാരാണ്. നമ്മൾ നിയമസഭയിൽ പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞത് ആ എഴുതിയതിനെ കുറിച്ച് അന്വേഷിക്കുന്നു. പെൻഷൻ കൊടുക്കുമെന്നല്ല, എഴുതിയതിനെ കുറിച്ച് ആരോട് അന്വേഷിക്കും? മരിച്ചുപോയ ജോസഫിനെ വിളിച്ച് ചോദിക്കുമോ നിങ്ങളാണോ എഴുതിയെന്ന്? അധികാരം ഇവരെ തലക്ക് പിടിച്ച് ഭ്രാന്തായിരിക്കുകയാണ്. ഇയാളൊരു യാത്ര നടത്തിയല്ലോ, എന്താണ് കാസർഗോഡ് നിന്നൊരു യാത്ര, നവകേരള യാത്ര. എന്തെല്ലാമാണ് ഇവിടെ കൊയിലാണ്ടിയിൽ, ഞാൻ പത്രത്തിൽ വായിച്ചത് ശരിയാണെന്ന് എനിക്കറിയത്തില്ല, കൊയിലാണ്ടിയിൽ യാത്ര വരുമ്പോൾ അവിടെ എല്ലാവരും വീട്ടിൻ്റെ മുമ്പ് വിളക്ക് കൊളുത്തി വെക്കണമെന്ന് പറഞ്ഞ് നഗരസഭയുടെ നിർദ്ദേശം. ഞാൻ ഇത് വേറെ എവിടെ ഇതിനു മുമ്പ് ആരോ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, കോവിഡ് കാലത്ത് ഇയാളെ ചേട്ടൻ പറഞ്ഞായിരുന്നു, ടോർച്ച് അടിക്കണം, പാത്രത്തേലടിക്കണം, പാട്ടയും മുട്ടണം എന്നൊക്കെ പറഞ്ഞ പോലെ ഇയാൾ പറയാണ് വിളക്ക് കത്തിച്ച് വെക്കണം വീട്ടിൻ്റെ മുമ്പിൽ. ആലുവയിൽ വന്നപ്പോൾ ആലുവയിൽ RDOയുടെ ഉത്തരവാണ്, അവിടെ ഗ്യാസ് അടുപ്പുകൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. എന്തോ ഒരു പേടിച്ച് തൂറിയാണെന്നറിയോ, ഇരട്ട ചങ്ക എന്നൊക്കെ പറഞ്ഞിട്ട്. ഗ്യാസ് അടുപ്പ് കത്തിച്ച ഇയാളെന്തോ ഹോട്ടലിൽ പാചകം അന്നേ ദിവസം അവിടെ ചെയ്യാൻ പാടില്ല, എവിടെയെങ്കിലും പാചകം ചെയ്ത് കൊണ്ടുവന്ന് കൊടുത്തോണം. കൊല്ലത്ത് വന്നപ്പോൾ അവിടെ കശുവണ്ടിയുടെ ഒരു നാടാണല്ലോ ഞങ്ങൾ കൊല്ലം. കശുവണ്ടി വികസന കോർപ്പറേഷൻ കൊല്ലം കടപ്പുറത്ത് ഈ 2.5 ലക്ഷം രൂപയ്ക്കുള്ള കശുവണ്ടി ഉപയോഗിച്ചിട്ട് കടപ്പുറത്ത് ഈ കശുവണ്ടി ഉപയോഗിച്ച് ഇയാളുടെ രൂപം ഉണ്ടാക്കി കടപ്പുറത്ത് കശുവണ്ടിയിൽ. പിറ്റേ ദിവസം പത്രം നോക്കിയപ്പോൾ പത്രത്തിൽ ഒരു ഇയാളെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇത് ഈ കടപ്പുറത്തെ ഈ സാധനത്തിൻ്റെ ഫോട്ടോ അടിക്കുറിപ്പ്, കശുവണ്ടിയിൽ വിരിഞ്ഞ പിണറായി. അങ്ങനെ ആയിരുന്നില്ല, ഞാൻ ഇച്ചിരി ഭേദഗതിയൊക്കെ വരുത്തിയതാണ്. അടുത്ത ദിവസം പട്ടി മൂത്രം ഒഴിക്കുകയാണ് ഇതിനകത്ത്, കടപ്പുറത്ത് കശുവണ്ടിയിൽ. ഇത് പിണറായി പട്ടിക്കറിയോ? എന്തു ഭ്രാന്താണിത്? 2.5 ലക്ഷം രൂപയുടെ കശുവണ്ടിയിൽ കടപ്പുറത്ത് പിണറായി ഉണ്ടാക്കിയാക്കിയ. വാസ്തവം പറഞ്ഞില്ലേ കോട്ടയത്ത് ഇയാള് എന്താണ് വന്നു നിന്ന സ്ഥലം പാദസ്പർശമേറ്റ് പുളകിതമായി. അത് നാളെ കാലത്ത് തീർത്ഥാടന കേന്ദ്രമായിട്ട് ഓളമായി, തലക്കോളമായിരിക്കുകയാണ് മുഴുവൻ എണ്ണത്തിന്. പാദസ്പർശമേറ്റ് പുളകിതമായ സ്ഥലം തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ബാലൻ പറഞ്ഞത് എന്താണ്? ഈ വണ്ടിയുടെ മൂല്യം കൂടി, കാരണം ഇവര് ആസനം അവിടെ പതിച്ചല്ലോ ഈ ബസ്സില്, അതുകൊണ്ട് ഈ വണ്ടിയുടെ മൂല്യം കൂടി. ഈ വണ്ടി വാങ്ങാൻ ഇനി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരും. തിരുവനന്തപുരത്ത് കൊണ്ടുവച്ച ആളുകൾ എന്താണ് ടിക്കറ്റ് എടുത്ത് കയറി കാണും. എവിടേക്കാണ് ഇത് പോകുന്നത് ഇവര്? അപ്പോൾ ഒരു വശത്ത് അതാണ് MT വാസുദേവൻ നായർ. നമ്മൾ പറയുന്നവർക്ക് ഭ്രാന്തായെന്ന്. ഇത് തന്നെയാണ് MT കോഴിക്കോട് കടപ്പുറത്ത് പറഞ്ഞത്. സാഹിത്യകാരന്മാർ പറയുമ്പോൾ ഇത്തിരി സാഹിത്യം കിടത്തി പറയും. 2 കൂട്ടരും പറഞ്ഞത് ഒന്ന് തന്നെയാണ്. MT-കളെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് വട്ടാണ്, ചികിത്സിക്കണമെന്നാണ് പറഞ്ഞത്. ജ്ഞാനപീഠ പുരസ്കാരമൊക്കെ കിട്ടിയ ആളുകൾ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ, സാഹിത്യമൊക്കെ കലർത്തി പറയും. ഞാനോ ഫിറോസോ നജീബോ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭ്രാന്തായി, അടിയന്തരമായി ചികിത്സിക്കണം എന്ന് നേരെ പറയും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇതിനൊന്നും പൈസയില്ല, കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് പൈസയില്ല, ആശുപത്രിയിൽ മരുന്നില്ല, പെൻഷൻ കൊടുക്കാൻ കാശില്ല.
ദൂരത്തിന് വല്ല കുറവുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ തൊഴുത്തിന്റെ സമീപമുള്ള ചാണകക്കുഴിക്ക് 3,72,000 രൂപ. ലൈഫിൽ ഒരു വീടിന് 4 ലക്ഷമേ ഉള്ളൂ. അത് തന്നെ 3-ാം ഗഡു കൊടുക്കുന്നില്ല. ഇവിടെ പഞ്ചായത്ത് മെമ്പർമാർക്ക് അറിയാം. നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്താണെങ്കിൽ പഞ്ചായത്തിന് ഭവന പദ്ധതി ഉണ്ടായിരുന്നു, ഇല്ലേ? ബ്ലോക്ക് പഞ്ചായത്തിന് ഭവന പദ്ധതി ഉണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്തിനുണ്ടായിരുന്നു, പട്ടികജാതി വകുപ്പിനുണ്ടായിരുന്നു, പട്ടികവർഗ വകുപ്പിനുണ്ടായിരുന്നു, ന്യൂനപക്ഷ വകുപ്പിനുണ്ടായിരുന്നു, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനുണ്ടായിരുന്നു. എല്ലാം കൂടെ ചേർത്ത് ലൈഫാക്കി. എന്നിട്ടോ ഇപ്പൊ കൊടുക്കുന്നുണ്ടോ? ആകെ 8 കൊല്ലം കൊണ്ട് 3.5 ലക്ഷം വീടുകൾ കൊടുത്തു എന്നാണ് പറയുന്നത്. 5 വർഷം കൊണ്ട് 4.5 ലക്ഷം വീടുകൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ. ലൈഫ് ഭവന പദ്ധതിക്ക് പൈസ ഇല്ല. വിലക്കയറ്റം രൂക്ഷമാണ്. ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ 2 നേതാക്കന്മാർ സംസാരിക്കാൻ ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. അതുകൊണ്ട് ഈ 2 ഗവൺമെന്റുകൾക്കും എതിരായി മോദിയുടെ ഗ്യാരണ്ടിയാണ്. എന്ത് ഗ്യാരണ്ടിയാണ്? മോദി 3 കാര്യം പറഞ്ഞിരുന്നു. 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇടുമെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും കിട്ടിയോ? 2 കോടി തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. സൃഷ്ടിച്ചോ? 50 രൂപക്ക് പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞു. കൊടുത്തോ? കൊടുത്തിട്ടില്ലല്ലോ. അതുപോലെയുള്ളൂ. പിണറായി വിജയൻ പറഞ്ഞു വിലക്കയറ്റം ഉണ്ടാവില്ല. ഇപ്പൊ സപ്ലൈകോയിൽ സാധനങ്ങളില്ല. സപ്ലൈകോയിൽ പോലും വിലക്കയറ്റാണ്. ഇവിടെ ഇരിക്കുന്ന ആരും ആ ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ട്രെയിനിന് പോകാൻ സമയമായി. അല്ല, ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും കയ്യിലോ, സ്റ്റേജിൽ ഇരിക്കുന്നവരുടെ കയ്യിലോ കെ ഫോൺ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും ഞാൻ ചോദിച്ചു, കെ ഫോൺ കണക്ഷൻ കിട്ടിയ കെ ഫോൺ ഉണ്ടെന്ന് വെച്ചാൽ ആളുകൾ വിചാരിക്കും CPM-മാർ. ഇവിടെ മലപ്പുറത്തുള്ള ഒരു CPM-ന്റെ ഒരു വനിതാ നേതാവ് പ്രസംഗിക്കുന്ന കേട്ടു. ഇത് വരുന്നതോടുകൂടി കേരളത്തിലെ ഈ രാജ്യത്തെയും കമ്പനികളെല്ലാം പൂട്ടും. ജിയോ പൂട്ടും, വോഡാഫോൺ പൂട്ടും, എല്ലാം പൂട്ടും. കാരണം പിണറായി വിജയൻ ഇന്റർനെറ്റ് ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്റർനെറ്റ് ഉൽപ്പാദിപ്പിച്ച് ചാക്കിൽ കെട്ടി എല്ലാ വീട്ടിലേക്കും ഇന്റർനെറ്റ് ചാക്കിലാക്കി കൊണ്ട് കൊടുക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. 1500 കോടിയുടെ കെ ഫോൺ പദ്ധതിയാണ്. ഈ ഇരിക്കുന്ന ആരെങ്കിലും വീട്ടിൽ കെ ഫോണിന്റെ കണക്ഷൻ ഉണ്ടോ? ഈ പഞ്ചായത്തിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എന്ത് തട്ടിപ്പാണിത്? മോദിയുടെ ഗ്യാരണ്ടിയുടെ കാര്യം പറഞ്ഞ പോലെയാണ് കെ ഫോണ്. ആർക്കും കിട്ടിയിട്ടില്ല. 1500 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. അപ്പൊ ഈ അഴിമതികളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഏകാധിപത്യ ഭരണകൂടങ്ങളെ താഴെ ഇറക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു സംശയം വേണ്ട. 2024 നരേന്ദ്രമോദിയുടെ ഭരണം നമ്മൾ അവസാനിപ്പിക്കും. അത് കഴിഞ്ഞാൽ 2026 ഈ ഏകാധിപത്യ ഭരണത്തെയും അവസാനിപ്പിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ നമ്മുടെ പ്രിയങ്കരനായ രാഘവേട്ടൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതേ ഉള്ളൂ. പക്ഷെ ആർക്കും സംശയമൊന്നുമില്ല. പ്രിയങ്കരനായ രാഘവേട്ടനെ നിങ്ങളുടെ പിന്തുണ വീണ്ടും വീണ്ടും കൂടുതലായി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ജനഹൃദയ യാത്ര ഇവിടെ കടന്നു വരികയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ